എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലോകകപ്പ് മോഹങ്ങൾ ദക്ഷിണാഫ്രിക്കയോടേറ്റ് ഒറ്റ തോൽവിയിൽ എന്നേക്കുമായി അവസാനിച്ചുവെന്നും -3.800 എന്ന കൂട്ടൻ നെറ്റ് റൺ റേറ്റിന്റെ വലിയ ഘട്ടത്തിൽ വീണ ഇന്ത്യക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഈ ജന്മത്തിൽ സാധ്യമല്ലെന്നും വിധിയെഴുതിയ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പണ്ഡിതന്മാരുടെ മുഖത്തേറ്റ് ഒരു അത്യുഗ്രൻ പ്രഹരമാണ് ഇന്ന് നമ്മൾ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കണ്ടത്. ഇന്ന് നടന്ന സൂപ്പർ 8-ലെ ജീവൻ മരണ പോരാട്ടത്തിൽ സിംബാബ്വെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തിക്കൊണ്ട് ഒരു കൂറ്റൻ വിജയം സ്വന്തമാക്കി ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അട്ടിമറിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ടീം ഇന്ത്യ. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എതിരാളികളെ ദയവില്ലാതെ വേട്ടയാടിക്കൊണ്ട് കുറിച്ചത് T20 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കോറായ 256 എന്ന അവിശ്വസനീയമായ ഹിമാലയൻ ടോട്ടലാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലയാളികളുടെ സ്വന്തം അഭിമാനമായ സഞ്ജു സാംസൺ നൽകിയ അസ്വപ്നതുല്യമായ തുടക്കമാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ അവസരം നൽകാതിരുന്ന വിമർശകർക്ക് തന്റെ ബാറ്റ് കൊണ്ട് ചുട്ട മറുപടി നൽകിയ സഞ്ജു ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ചതും അവിസ്മരണീയവുമായ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനാണ് ഇന്ന് തിരികൊളുത്തിയത്. സഞ്ജു നൽകിയ ആ ഇടിമിന്നൽ തുടക്കം ഏറ്റെടുത്തുകൊണ്ട് മുൻ മത്സരങ്ങളിൽ നിറമങ്ങിപ്പോയതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട അഭിഷേക് ശർമ്മ കേവലം 30 പന്തുകളിൽ നിന്നും 55 റൺസ് അടിച്ചുകൂട്ടി തന്റെ രാജകീയമായ തിരിച്ചുവരവ് ലോകത്തെ വിളിച്ചറിയിച്ചു. എന്നാൽ സിംബാബ്വെ ബോളർമാരുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിച്ചത് ഡെത്ത് ഓവറുകളിലെ ഹാർദിക് പാണ്ഡ്യയുടെയും തിലക് വർമ്മയുടെയും സമാനതകളില്ലാത്ത സംഹാര താണ്ഡവമായിരുന്നു. വെറും 23 പന്തിൽ പുറത്താകാതെ 50 റൺസ് നേടി എതിർ ടീമിന്റെ നട്ടെല്ലൊടിച്ച പാണ്ഡ്യയും കേവലം 14 പന്തുകളിൽ നിന്നും 44 റൺസ് വാരിക്കൂട്ടിയ തിലക് വർമ്മയും ചേർന്ന് ചെപ്പോക്കിലെ ഗാലറികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുകയായിരുന്നു. ഈ കൂട്ടൻ സ്കോർ പിന്തുടർന്ന സിംബാബ്വെ നാണം കെടുത്തി പരാജയപ്പെടുത്തിയതോടെ സൂപ്പർ 8 പോയിന്റ് ടേബിളിൽ ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഭൂകമ്പമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആർക്കും തൊടാൻ കഴിയില്ല എന്ന് കരുതിയ ആ പഴയ -3.800 എന്ന നെറ്റ് റൺ റേറ്റിന്റെ ശാപം എന്നേക്കുമായി മറികടന്ന് റൺ റേറ്റിൽ വമ്പൻ കുതിച്ചുചാട്ടം നടത്തിയ ഇന്ത്യ ഇപ്പോൾ അവിശ്വസനീയമാം വിധം വെസ്റ്റ് ഇൻഡീസിനെ പിന്നിലാക്കി ഗ്രൂപ്പ് 1-ൽ 2-ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ്. ഇതോടെ 1-ാം സ്ഥാനത്ത് തുടരുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് തൊട്ടു പിന്നിലായി ഇന്ത്യ എത്തിയപ്പോൾ നെറ്റ് റൺ റേറ്റിൽ ഒന്നാമന്മാരായി അഹങ്കരിച്ചിരുന്ന വെസ്റ്റ് ഇൻഡീസ് ഒറ്റയടിക്ക് 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യൻ ആരാധകന്റെയും സിരകളിൽ അഗ്നി നിറയ്ക്കുന്ന വാർത്തയാണ്. സിംബാബ്വെ ഇതോടെ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇനി നമ്മൾ ഗ്രൂപ്പ് 2-ലെ അതായത് ഗ്രൂപ്പ് ബിയിലെ രക്തച്ചൊരിച്ചിലുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അവിടെ അരങ്ങേറുന്നത് സമാനതകളില്ലാത്ത ദുരന്ത നാടകങ്ങളാണ് സുഹൃത്തുക്കളെ. രാജകീയമായി കളിച്ച 2 മത്സരങ്ങളും അനായാസം വിജയിച്ച് 4 പോയിന്റോടെ ഇംഗ്ലണ്ട് +1.499 എന്ന അത്യുഗ്രൻ റൺ റേറ്റോടെ ഇതിനകം തന്നെ സെമി ഫൈനലിലേക്ക് സിംഹാസനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം 3 പോയിന്റുമായി കരുത്തരായ ന്യൂസിലൻഡ് +3.025 എന്ന മിന്നും റൺ റേറ്റുമായി ആരും തടുക്കാനാവാത്ത വിധം സെമിയിലേക്ക് കുതിക്കുകയാണ്. എന്നാൽ അവിടെ ഏറ്റവും വലിയ ദുരന്തം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ലോക ക്രിക്കറ്റിലെ വമ്പന്മാരെന്ന് എക്കാലവും സ്വയം അവകാശപ്പെടുന്ന പാകിസ്ഥാനാണ്. വെറും ഒരൊറ്റ പോയിന്റ് മാത്രമുള്ള പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ കണ്ടാൽ ശരിക്കും സഹതാപം തോന്നും. കാറ്റിലുലയുന്ന ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ ഏതാണ്ട് 99% ടൂർണമെന്റിൽ നിന്ന് നാണം കെട്ട് പുറത്തേക്കുള്ള വഴിയിലാണ്. ജീവൻ നിലനിർത്താൻ ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ അന്യഗ്രഹത്തിൽ നിന്നും സംഭവിക്കണം എന്ന ഗതികേടിലാണ് അവരിപ്പോൾ. കളിച്ച 2 കളിയും തോറ്റ് 0 പോയിന്റുമായി ടൂർണമെന്റിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തായി കഴിഞ്ഞ ശ്രീലങ്കയുടെ തൊട്ടടുത്ത സീറ്റിലേക്ക് പാകിസ്ഥാനും തങ്ങളുടെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞു എന്നതാണ് ഗ്രൂപ്പ് 2-ലെ ഏറ്റവും ചൂടേറിയ യാഥാർത്ഥ്യം. എന്നാൽ ഇതൊന്നും കണ്ട് ഇന്ത്യൻ ആരാധകർക്ക് അമിതമായി ആശ്വസിക്കാൻ സമയമായിട്ടില്ല. കാരണം യഥാർത്ഥ അന്തിമ യുദ്ധം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. വരുന്ന മാർച്ച് 1-ന് കൊൽക്കത്തയിലെ ചരിത്രമുറങ്ങുന്ന ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ് സാക്ഷാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയുടെ അവസാനത്തെ ജീവൻ മരണ പോരാട്ടം. ഇന്ന് സിംബാബ്വെയെ ചാരമാക്കിയ അതേ വെടിക്കെട്ട് ബാറ്റിംഗും എതിരാളികളെ വേട്ടയാടാനുള്ള അതേ ദാഹവും വിൻഡീസിനെതിരെയും പുറത്തെടുത്താൽ മാത്രമേ ഇന്ത്യക്ക് ആ ലോകകപ്പ് കിരീടം എന്ന ലക്ഷ്യത്തിലേക്ക് സുരക്ഷിതമായി നടന്നെടുക്കാൻ സാധിക്കൂ. എന്തായാലും അതിനായി തന്നെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ സിംബാബ്വെയെ തകർത്ത ഈ ആവേശത്തിൽ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെയും ഇന്ത്യ തകർത്തെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടൂർണമെന്റിൽ നിന്നും ഏറെക്കുറെ പുറത്തായ പാകിസ്ഥാന്റെ ഈ ഗതികേടിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ തീപ്പൊരി അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഇത്തരം ക്രിക്കറ്റ് വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.